എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹീറോയിൻ്റെ ഫ്രണ്ട് ഹീറോയിനെ വിളിച്ച് പറയുവാണ്, നമ്മൾ മുമ്പ് ഒരു പയ്യന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലായിരുന്നു, ആ പയ്യൻ്റെ ഞാൻ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ ഇപ്പോൾ ഇവിടെ ഇല്ല, അവൻ ഓടിപ്പോയെന്ന് പറയുകയാണ്. നമുക്ക് ക്യാപ്റ്റനോട് സഹായം ചോദിച്ചാലോ എന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ നേരത്തെ നടന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര എംബാരസിങ് ആയിട്ട് വിചാരിച്ച് വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കിനും ഹീറോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ പറയുവാണ്, അവൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ, നമുക്ക് കാറിൽ പോയി സെർച്ച് ചെയ്യാമെന്ന്. ഹീറോയിനെ നോക്കി വണ്ടി ഓടിക്കുകയാണ്. ഇത് കാണുന്ന ഹീറോയിൻ ആണെങ്കിൽ, നിങ്ങൾ എന്നെ നോക്കിയത് മതി, ഇനി നേരെ നോക്കി വണ്ടി ഓടിക്കാൻ പറഞ്ഞു. ഹീറോ ചോദിക്കുകയാണ്, കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങിയായിരുന്നു എന്ന്. അപ്പോൾ ഹീറോയിൻ പറയാണ്, അതിനെ ഉറങ്ങാൻ വിട്ടിട്ട് വേണ്ടതെന്ന്. ഹീറോ ആണെങ്കിൽ ഇന്നലെ രാത്രി എന്ന് പറയാൻ നേരത്ത് ഹീറോയിൻ പറയാണ്, ഞാൻ ആ വിഷയത്തിലോട്ട് കടക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന്. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ്, എന്തിനാ ഈ അവോയ്ഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, എനിക്ക് അതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ബെറ്റർ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ ഇവിടെ വെച്ച് നിർത്തുന്നതാണെന്ന്. 1000 പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് നമ്മുടെ ഹീറോ പറയുന്നു. അങ്ങനെ അവർ ആ പയ്യനെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവന് കൊടുക്കേണ്ട മെഡിസിൻ എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ സെക്കൻഡ് ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹീറോ വർക്ക് ചെയ്യുന്നിടത്തൊരു സ്പൈനെ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹീറോ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അയാളെ നിയമിച്ചേക്കുന്നത്. അയാളാണെങ്കിൽ ഹീറോയിന് ഒരു തെറ്റുപോലും ഇല്ലാതെ എന്തൊക്കെയാണ് നടന്നത് എല്ലാം പറഞ്ഞു കൊടുക്കുവാണ്. ഇത്ര മണിക്ക് എഴുന്നേറ്റ്, ഇത്ര മണിക്ക് ഫുഡ് കഴിച്ച്, ഇത്ര മണിക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയി, ദാ വരുന്നു, എന്നെ നോക്കിയാണ് വരുന്നത്, ലെഫ്റ്റിൽ നടക്കുന്നു, റൈറ്റിൽ നടക്കുന്നു, എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഇവിടെ എന്തോ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് ഹീറോ അയാളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു സോൾജറായിട്ട് നിങ്ങളുടെ എതിരിലൊരു എനിമി വന്ന് നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അയാൾ പറയുകയാണ്, സറണ്ടർ ആവാൻ പറയുമെന്ന്. അപ്പം സെക്കൻഡ് ഹീറോ പറയുകയാണ്, എങ്കിൽ ഉടനെ തന്നെ നീ സറണ്ടർ ആയിക്കോളെ. ഇതെല്ലാം കേൾക്കുന്ന സെക്കൻഡ് ഹീറോയിനാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് എനിക്ക് വോയിസ് എങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റിയല്ലോ എന്നും പറഞ്ഞിട്ട്, ശരി ഇനി പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനും ഹീറോയും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ വരുവാണ്. അങ്ങനെ ഹീറോയിൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ ഒരു ജോലി തിരഞ്ഞെടുത്തതെന്ന്. അപ്പോൾ ഹീറോ പറയുകയാണ്, നിനക്ക് ഈ ജോലി ഇഷ്ടമല്ലേ, അതുകൊണ്ടാണോ ഇങ്ങനെ ചോദിച്ചതെന്ന്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, ഏത് ലെവലിൽ നിങ്ങൾ റിസ്ക് എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചതെന്ന്. ഹീറോ പറയാ, ദേശഭക്തി എന്നത് ഒരു സോൾജറിന് മാത്രം ഉള്ളതാണെന്നാണോ നീ വിചാരിക്കുന്നത്? ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന പയ്യൻ സിഗരറ്റ് വലിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ദേഷ്യവും, നിന്റെ മുന്നിൽ ഗണ്ണ് ചൂണ്ടി നിന്നപ്പോൾ നിന്റെ ഡിസിഷനിൽ നിന്ന് നീ മാറാതെ നിന്നില്ലേ, അതും കുഴിബോംബിൽ അകപ്പെട്ട ഒരു സോൾജറെ രക്ഷിക്കുന്നതും ദേശഭക്തി തന്നെയാണ്. ദേശഭക്തി എന്നത് എല്ലാവരുടെ ഉള്ളിലും കാണുമെന്ന് ഹീറോയിൻ്റെ അടുത്തോട്ട് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്ത് അന്ന് ട്രക്കിൽ നിന്ന് വീണപ്പോൾ ഒരാൾ ഗണ്ണ് എടുത്ത് പിടിച്ചില്ലായിരുന്ന ഹീറോയിൻ്റെ നേരെ, അയാളെ കാണുവാണ്. അങ്ങനെ യൂഷിജിൻ ഹീറോയിൻ്റെ അടുത്തോട്ട് പറയുവാണ്, നീ ഇപ്പോൾ ഇവിടുന്ന് പൊക്കോ, അന്ന് നമ്മൾ വൈഫൈ വാങ്ങാൻ പോയില്ലായിരുന്നോ, അവിടെ ചെല്ലുമ്പോൾ നിനക്കൊരു കാറ് കിട്ടും, ആ കാറെടുത്ത് നീ സ്ഥലത്തേക്ക് പൊക്കോളാൻ. അപ്പോൾ ഹീറോയിൻ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന്. അപ്പോൾ ഹീറോ പറഞ്ഞു, ഇല്ല നീ പൊക്കോ, എനിക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോകണമെന്ന്. ഹീറോയിൻ ഷോപ്പിലെ ഡാനിയൽ എന്ന് പറയുന്ന ഒരാളെ മീറ്റ് ചെയ്യുകയാണ്. ഹീറോയിൻ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഡോക്ടറാണോ എന്ന്. അപ്പം അയാൾ പറയാണ്, ആ ഡോക്ടറെന്നും പറയാം, ചില സമയത്ത് ഞാൻ ആളുകളുടെ മനസ്സും കാറും നന്നാക്കാറുണ്ട്, ഡോക്ടറെന്നും വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് കാറല്ലേ വേണ്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഹീറോയിൻ പറയാണ്, അതെങ്ങനെ മനസ്സിലായെന്ന്. അയാൾ പറഞ്ഞു, എനിക്ക് നേരത്തെ യൂഷിജിൻ കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു. എന്നിട്ട് കാറിൻ്റെ ചാവി എടുത്ത് കൊടുക്കുവാണ്. അങ്ങനെ യൂഷിജിൻ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് പോയിട്ട് ഗണ്ണെടുത്ത് ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ ഞാൻ പോലീസിനല്ലേ ഹാൻഡ് ഓവർ ചെയ്ത, പിന്നെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ അവരും ഗണ്ണെടുത്ത് ഹീറോയിൻ്റെ നേരെ നീട്ടിയിട്ട് ചോദിക്കുകയാണ്, അതിനെക്കുറിച്ച് നീ എന്തിനാ തിരക്കുന്നത്, നിന്റെ ജോലി തീർന്നെങ്കിൽ നീ ഇവിടുന്ന് പോകാനെന്ന്. അങ്ങനെ നമ്മുടെ യൂഷിജിൻ ആണെങ്കിൽ, ഞാൻ എന്തോ ഇവിടെ കളിക്കാൻ വന്നതാണോന്നും പറഞ്ഞിട്ട് അവരെ കാല് നോക്കിയിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. ഹീറോയിൻ ഡാനിയലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, യൂഷിജിൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ടൊന്ന് പറയാമോ, ആ ജോലി എത്രത്തോളം റിസ്ക് ആണെന്ന് പറയാമോ. ഡാനിയലും അങ്ങനെ ഫ്ലാഷ് ബാക്ക് പറയുവാണ്. യൂഷിജിൻ തൻ്റെ ജീവൻ തന്നെ അപകടത്തിൽ വെച്ച് ഡെൽറ്റ ടീം ക്യാപ്റ്റനെ രക്ഷിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ അവർ യൂഷിജിനെ ഓൾമോസ്റ്റ് കൊല്ലാൻ പോകുന്ന ആ ഒരു ടൈമിൽ അവരുടെ ടീം വന്ന് യൂഷിജിനെ രക്ഷിക്കുന്നുണ്ട്. കുറേ അടി മേടിച്ചിട്ട് നമ്മുടെ യൂഷിജിൻ നല്ല ദേശഭക്തിയുള്ളൊരു സോൾജറിനെ പോലെ തന്നെ വീണ്ടും ക്യാപ്റ്റനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളിലോട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ സ്ഥലം ബോംബ് ബ്ലാസ്റ്റിൽ 5 നിമിഷത്തിൽ വെടിച്ച് പോകാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ യൂഷിജിൻ പറയുകയാണ്, താഴെ ഒരാൾ കുടുങ്ങി കിടക്കുവാണ്, അത് കാണാതെ പോയ ഡെൽറ്റ ടീമിൻ്റെ ക്യാപ്റ്റനാണെന്ന്. അദ്ദേഹത്തെ നമ്മൾ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു. ക്യാപ്റ്റനെ രക്ഷിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് യൂഷിജിൻ്റെ അടുത്തേക്ക് വരാൻ നേരത്ത് ആരോ വെടി വെച്ച്, അത് യൂഷിജിനെ വെച്ചതാണ്, പക്ഷേ അയാൾ കുറുകെ വരുന്നത് കൊണ്ട് അയാൾക്ക് ആ വെടി കൊണ്ട് അയാൾ മരിക്കുവാണ്. പ്രതീക്ഷയോടെ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് വരുന്ന ആ ഒരു സോൾജർ അവിടെ മരിക്കുവാണ്. യഥാർത്ഥത്തിൽ ആ ഒരു സ്ഥാനത്ത് മരിക്കേണ്ടത് യൂഷിജിനായിരുന്നു. അങ്ങനെ ഡാനിയൽ ഈ കഥയെല്ലാം ഹീറോയിൻ്റെ അടുത്ത് പറയുവാണ്. അടുത്ത സീനിൽ യൂഷിജിനെ കാണിക്കുവാണ്. അവിടെ യൂഷിജിൻ്റെ അടുത്തേക്ക് ഒരാൾ വരുവാണ്. അത് വേറെ ആരുമല്ല, കാണാതെ പോയ ഡെൽറ്റ ടീമിൻ്റെ ക്യാപ്റ്റനാണ്.
ഇത് കാണുന്ന നമ്മുടെ യൂഷിജിനാണെങ്കിൽ നടന്നതെല്ലാം ഇങ്ങനെ ഓർമ്മയിലോട്ട് വരുവാണ്. അങ്ങനെ യൂഷിജിൻ ചോദിക്കുവാണ്, നിങ്ങൾ എന്താണ് ഇവിടെ എന്ന്. അയാൾ പറയാ, ഓ കമാൻഡിങ് ഓഫീസർ, നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായി, നല്ലതായിട്ട് തന്നെ ഇരിക്കുവാണോ? അവസാനമായിട്ട് അന്ന് തന്നെ രക്ഷിക്കാൻ നേരത്താണ് ഞാൻ കണ്ടത്, അതിനുശേഷം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഹീറോ ആണെങ്കിൽ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്, നിങ്ങളുടെ യൂണിഫോം എന്തിയെ എന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ യൂഷിജിന് മനസ്സിലാവുന്ന ആ ബ്ലാക്ക് മാർക്കറ്റിങ്ങിന്റെ ക്യാപ്റ്റൻ വേറെ ആരുമല്ല, കാണാതെ പോയ ഡെൽറ്റ ടീമിന്റെ ക്യാപ്റ്റനായ ഇയാൾ തന്നെയാണെന്ന്. അയാൾ യൂഷിജിന്റെ അടുത്തോട്ട് പറയുവാണ്, ഈ യൂണിഫോം ഇട്ടതുകൊണ്ട് നിനക്ക് എന്താ കിട്ടുന്നത്, എൻ്റെ കൂടെ വാ, നിനക്ക് ഞാൻ ഒരുപാട് പണം കാണിച്ചു തരാം. ഈ ബ്ലാക്ക് മാർക്കറ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ്, നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹീറോനെ വിളിക്കുവാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോ പറയുവാണ്, ദൈവത്തിൻ്റെ പ്ലാനിൽ കുറുകെ ഞാൻ വരാൻ പാടില്ലായിരുന്നു. അയാളൊരു ജീവൻ എടുക്കുകയാണെങ്കിൽ അതിനൊരർത്ഥം കാണും, ഒരു ജീവൻ കൊടുക്കുകയാണെങ്കിൽ അതിനും ഒരർത്ഥം കാണുമെന്ന്. നിന്നെ ഞാനന്ന് രക്ഷിക്കരുതായിരുന്നെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് നിന്ന് പോവുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പോകുന്ന വഴിയിൽ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഹീറോയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്. എതിരെ ഒരു ട്രക്ക് വരുന്നുണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കാതെയാണ് വണ്ടി ഓട്ടിച്ചിരുന്നത്. പെട്ടെന്ന് അത് കാണുമ്പോൾ വളയാൻ തിരിക്കുമ്പോഴത്തേക്കിനും ഒരു മലയുടെ അറ്റത്ത് പോയി നിൽക്കുവാണ് വണ്ടി. അങ്ങനെ ആ വണ്ടിയാണെങ്കിൽ ആ ഒരു മലയുടെ അറ്റത്ത് പോയി ഇങ്ങനെ പയ്യെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ കോൾ എടുക്കുന്ന ഹീറോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കരയുവാണ്. അങ്ങനെ ഹീറോ ചോദിക്കുവാണ്, നീ എവിടെ നിൽക്കുന്ന, അവിടെ സ്ഥലം കറക്റ്റായിട്ട് പറ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ച് പോവുകയാണ്. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ഫോണിൽ റെക്കോർഡർ ഓൺ ആക്കിയിട്ട് അമ്മയോട് പറയുക, അമ്മ ഇൻഷുറൻസ് ഒന്നും നിങ്ങൾ ക്യാൻസൽ ചെയ്യരുത്, ഞാൻ മരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുറേ പോളിസീസ് കിട്ടും, അതെല്ലാം വാങ്ങി വെച്ചോ, എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ, ഐ ലവ് യു, അമ്മയുടെ അടുത്ത് ഞാൻ പറയേണ്ടാത്തതാണ്, ഞാൻ ഇനി കുറച്ച് നിമിഷം കൂടെ കഴിഞ്ഞിട്ട് മരിക്കാൻ പോവുക. ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് റെക്കോർഡർ ഓൺ ആക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഹീറോ ബാക്കിൽ കൂടി വന്നിട്ട് ആ കാറിൽ കയറി ഇരിക്കുവാണ്. അങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഹീറോ ചോദിക്കുകയാണ്, നീ എന്തേ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഹീറോയിൻ ഇങ്ങനെ ഞെട്ടിയിട്ട് ചോദിക്കുവാണ്, ഓൾറെഡി കാർ വീഴാൻ പോവുക, അതിൻ്റെ ഇടയ്ക്ക് നീ ഫ്രണ്ടിൽ കൂടെ വന്നിരുന്നിട്ട് എന്ത് പറ്റിയെന്നാണോ ചോദിക്കുന്നതെന്ന്. നീ അനങ്ങാതെ ഇവിടെ ഇരി, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മരിക്കുമെന്ന് ഹീറോയിൻ പറയുവാണ്. ഞാൻ ഈ ജീവിതത്തിൽ ഇനി എന്തൊക്കെ നേടാനുണ്ട്, എന്തൊക്കെ കാണാനുണ്ട്, ഇത്രയും ചെറിയ വയസ്സിലാണ് ഞാൻ മരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങുവാണ് ഹീറോയിൻ. അങ്ങനെ ഹീറോ പറയാണ്, നിന്നെ മരിക്കാനൊന്നും ഞാൻ വിടില്ല, നീ എൻ്റെ കണ്ണിൽ തന്നെ നോക്കിക്കോ, എൻ്റെ കൈ മുറുക്കെ പിടിച്ചോളാൻ, നിന്നെ ഞാൻ ഈ സ്ഥലത്തുനിന്ന് രക്ഷിക്കും, നീ നിൻ്റെ കണ്ണടയ്ക്കാൻ പറയാം. അപ്പോൾ ഹീറോയിൻ പറയുകയാണില്ല, ഞാൻ കണ്ണൊന്നും അടയ്ക്കത്തില്ല, പറ്റത്തില്ല എന്ന്. അങ്ങനെ ഹീറോ പറയുവാണ്, നമുക്ക് രണ്ടുപേർക്കും എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഈ കാറ് കടലിലോട്ട് ഇറക്കുവാന്ന്. അങ്ങനെ ഹീറോയിൻ പറയുവാണ്, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്, നമ്മൾ രണ്ടുപേരും മരിക്കാൻ പോവുകയാണ്, വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ആലോചിക്കും, വേറെ എന്തെങ്കിലും വഴി തീർച്ചയായിട്ടും കാണും, കടലിൽ ഇറക്കണ്ടെന്നൊക്കെ പറയുവാണ് ഹീറോയിൻ. അങ്ങനെ ഹീറോ പറയാം, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എയർ ബാഗ് പുഷ് ചെയ്തിട്ട് കാറ് നേരെ കടലിലോട്ട് ഇറക്കുവാണ്. രണ്ടുപേരും ആ മലയിൽ നിന്നും കടലിലോട്ട് വീഴുവാണ്. കടലിൽ നിന്ന് എടുക്കുന്ന ഹീറോയിന് ഹീറോ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുക്കുവാണ്. അങ്ങനെ ബോധം വന്ന ഹീറോയിൻ ആണെങ്കിൽ ഹീറോയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്കെന്ത് വട്ടാണോ, എന്തിനാ വെള്ളത്തിലോട്ട് തള്ളിയിട്ടത്, ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞിട്ട് കരയുവാണ്. അങ്ങനെ ഹീറോ പറയുകയാണ്, നമ്മൾ ചത്തൊന്നും പോയിട്ടില്ല, നമ്മൾ വെള്ളത്തിലോട്ട് വീണു, അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ആ കരയിലിരിക്കുന്നു എന്ന്. അങ്ങനെ ഹീറോയിൻ്റെ ഷർട്ട് ഊരി ഹീറോയിന് കൊടുക്കുവാണ്. നിന്റെ ഡ്രസ്സ് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നീ ഈ ഷർട്ട് ഇട്ടോളാൻ. ഹീറോയിൻ ചോദിക്കുവാണ്, ഇതെന്തിനാ ഇപ്പോൾ തരുന്ന. അപ്പോൾ ഹീറോ പറയുകയാണ്, ഞാൻ കണ്ടത് വേറെ ആരും കാണണ്ടല്ലോ, അതുകൊണ്ട് നീ ഇതിട്ടോ. അങ്ങനെ ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഏയ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷേ ഹീറോ ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞ് നടന്നു പോവാണ്. നിങ്ങൾ എന്നെ രക്ഷിക്കാൻ നേരത്ത് നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിൽ വെച്ചിട്ടല്ലേ എന്നെ രക്ഷിച്ചത്, ആ ഡെൽറ്റ ടീമിൻ്റെ ക്യാപ്റ്റനെ രക്ഷിക്കാൻ നേരത്തും നിങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയല്ലേ നിങ്ങൾ അയാളെ രക്ഷിച്ചതെന്ന് ഹീറോയിൻ ഹീറോയുടെ അടുത്ത് ചോദിക്കുവാണ്. അപ്പോൾ ഹീറോ പറയുകയാണ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരാളെ രക്ഷിച്ചതിൽ ഞാൻ വിഷമിക്കുന്നു എന്ന്. ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവാമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ കാറിൽ അകപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അവിടെ വന്നു. ഒരു പക്ഷേ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല, അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതാണല്ലേ. ഹീറോ പറയാണ്, എന്തിനാണ് നീ എല്ലാം കൂടി ചിന്തിച്ച് കോംപ്ലിക്കേറ്റ് ആക്കുന്നത്, ആ പ്രശ്നം എനിക്ക് വിട്ടേര്, ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. അപ്പോൾ ഹീറോ പറയുക, 30 സെക്കൻഡ്സിനുള്ളിൽ വന്നോളും, ഇപ്പോൾ നീ എന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ കൂവെന്ന് ഹീറോ പറയുക. കറണ്ട് വന്ന ഉടനെ തന്നെ ഹീറോയിനെ വെച്ച കണ്ണ് മാറ്റാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ചോദിക്കുക, എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന്. അപ്പോൾ ഹീറോയിൻ പറയാം, എങ്ങനെ, നീ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ തല പോലും അങ്ങോട്ട് തിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഹീറോയിൻ പറയാണ്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണോ, ഇങ്ങനെ കോമഡി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റിനും എപ്പോഴും സുന്ദരികളായ പെൺകുട്ടികളൊക്കെ കാണുമല്ലോ എന്ന്. അങ്ങനെ അവരവിടെ ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അടുത്ത സീനിൽ ഹീറോ ഒരു സാറ്റലൈറ്റ് ഫോൺ വാങ്ങിച്ചു കൊടുക്കുവാണ്. ഹീറോ പറയാ, ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവത്തില്ലേ, അതുകൊണ്ട് ഈ സാറ്റലൈറ്റ് ഫോൺ വെച്ചോ.
ആ ഫോണിനെ കുറിച്ച് ഹീറോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ചാനൽ 7 നിനക്ക് മെഡിക്കൽ ടീമായിട്ട് സംസാരിക്കാം, ചാനൽ 3 നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാനായിട്ട്. ശരി, ഞാൻ നിനക്ക് സംസാരിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്, ഹലോ ബിഗ് ബോസ് ആണ് സംസാരിക്കുന്നത്, കേൾക്കാവോ, ഓവർ. ഹീറോയിൻ ഫോൺ എടുത്തിട്ട് പറയാണ്, അപ്പോൾ ഞാൻ എന്തോ പേരാണ് എനിക്ക് വെക്കുക? ഹീറോ പറയാ, ബ്യൂട്ടി എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അവിടേക്ക് വരുന്ന നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ ആണെങ്കിൽ കഥവിൽ ഇങ്ങനെ സ്റ്റൈലായിട്ട് ചാരി നിന്നിട്ട്, നിങ്ങളുടെ വെക്കേഷനിൽ ഞാനൊന്ന് ഡിസ്റ്റർബ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്ക് ചെയ്യുവാണ്. ഹീറോ ചോദിക്കുകയാണ്, നിന്നെ ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ അല്ലേ മാറ്റിയത്, പിന്നെ നീ എന്തോ ഇവിടെ ചെയ്യുന്നതെന്ന്. സെക്കൻഡ് ഹീറോയിൻ പറയാ, നിങ്ങളെ കല്യാണം കഴിക്കാനാണ് ചേട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഹീറോ പറയാണ്, ഇതുമാതിരത്തെ ജോക്ക് ചെയ്യല്ലെന്ന് നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഹീറോയിൻ പറയാണ്, എന്ത് ഭയങ്കര ടെൻഷനായോ ഇത് കേട്ടിട്ട്? ഇവിടെയുള്ള മെഡിക്കൽ ടീമിൽ ഞാനും ഒരു ആർമി ഡോക്ടറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ആർമി ഡോക്ടർ, അതുകൊണ്ട് പോയി ജോലിയൊക്കെ ചെയ്തോളൂ. ഫസ്റ്റ് ഹീറോയിൻ ആണെങ്കിൽ അവിടുന്ന് ശരി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാനായിട്ട് പോവാണ്. അപ്പോൾ സെക്കൻഡ് ഹീറോയിൻ പറയുകയാണ്, അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഹായ് എങ്കിലും പറഞ്ഞൂടെ. ഫസ്റ്റ് ഹീറോയിൻ പറയുവാണ്, എൻ്റെ 2 കൈ ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുമല്ല, അതുമാത്രമല്ല ഞാൻ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് ഹീറോയിൻ ഹീറോയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇതൊക്കെ യാദൃശ്ചികമായിട്ട് നടക്കുന്നതാണോ അതോ നീയായിട്ട് തന്നെ ഇവിടെ അവളെ കൊണ്ടുവന്നതാണോന്ന്? നിങ്ങൾ രണ്ടുപേരും അത്ര നല്ല ജോഡിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, ബെറ്റർ അവളെ റിജക്റ്റ് ചെയ്യുന്നതാണെന്ന് ഹീറോയുടെ അടുത്ത് പറയുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുവാണ്, എങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുമെന്ന്. അപ്പോൾ ഹീറോയിൻ പറയാണ്, അതും ഒരു നല്ല ഐഡിയ ആണ്. ഇവിടെ നടക്കുന്നതെല്ലാം ആണെങ്കിൽ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ വെളിയിൽ നിന്ന് കതവിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് കേൾക്കുവാണ്. ഇവിടേക്ക് വരുന്ന ഡോക്ടറിന്റെ കൊളീഗ് ആണെങ്കിൽ എന്ത് കതവിന് സുഖമില്ലേ എന്ന് പറഞ്ഞിട്ട് അവന് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് അകത്ത് നടക്കുന്നതൊക്കെ കേൾക്കുവാണ്. അയ്യോ യോഷിജിൻ, നിന്റെ ട്രാൻസ്ഫർ ഇവിടെ തീർന്നു പോയല്ലോ, തിരിച്ച് നീ പഴയ സ്ഥലത്തോട്ട് തന്നെ പോവുകയാണോ? നിന്റെ അച്ഛൻ വരെ ഡിസ്ചാർജ് ആവുകയാണല്ലോ, അപ്പോൾ ആ സെറമണിക്ക് നീ പോകുന്നുണ്ടോ? അപ്പോൾ ഹീറോ ചോദിക്കുകയാണ്, ശരി നീ ഡേ 1 ഫോൺ ചെയ്തായിരുന്നു എന്ന്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, ഞാൻ എപ്പോൾ വിളിച്ചാലും അവ എടുക്കാറില്ല, ഇതറിയാമല്ലോ, പിന്നെ എന്തിനാ പ്രത്യേകിച്ച് ചോദിക്കുന്നത്? സോൾജർ ഡേ 1 ഒരു ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിൽ വീണ്ടും നീ ലെറ്റർ വായിക്കുകയാണെങ്കിൽ വീണ്ടും എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി നിന്നെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ടായിരിക്കും. നിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരത്തേക്ക് നിൽക്കേണ്ട സിറ്റുവേഷൻ എനിക്കുണ്ടായി, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക, അടുത്തില്ലാത്തത് കൊണ്ട് എന്നോട് ക്ഷമിക്കുക. ഈ ലെറ്റർ നിങ്ങൾ വായിക്കില്ല എന്നറിഞ്ഞിട്ടും ഞാനിത് നിങ്ങൾക്കായിട്ട് എഴുതുക. ഒരുപക്ഷെ നിങ്ങളിത് വായിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ഉറൂക്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല. കാണാം ഞാൻ ആഗ്രഹിച്ചത് നടക്കുമോ ഇല്ലയോ എന്ന്. കാണാമെന്ന് പറഞ്ഞ് ആ ലെറ്റർ അവസാനിക്കുവാണ്. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ ഫിയാൻസിക്ക് ദേഷ്യമാവും, അതുകൊണ്ട് ഞാൻ പോവുക, എന്നോടൊന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് ഓടി പോവുക. അടുത്ത ദിവസം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കുവാണ്, ഒരു പാർട്ടി പോലെ. അപ്പോൾ ഹീറോയിൻ വന്നിട്ട് ചോദിക്കുവാണ്, ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറയുകയാണ്, അതേ നമ്മുടെ കമാൻഡർ നാളെ പോവുകയെന്ന് പറയുന്നു. എന്ത് യൂഷിജിന്നോ, എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഷോക്കാവുകയാണ്. എൻ്റെ അടുത്ത് ഒരു വാർത്ത പോലും പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ, എന്താ എൻ്റെ അടുത്ത് പറയാനത്? അപ്പോൾ ഹീറോ പറയാണ്, ഞാൻ നിൻ്റെ അടുത്ത് എല്ലാം പറയണമെന്ന് പറഞ്ഞ് വന്നതാണ്, പക്ഷെ നീയാണ് അവിടെ നിന്ന് ഓടിപ്പോയത്. ഹീറോയിൻ പറയാണ്, ഞാൻ ഓടിയാൽ നിങ്ങൾക്ക് എന്നെ വെരട്ടി വന്ന് പിടിക്കാൻ അറിഞ്ഞൂടെ? ഡെൽറ്റ ടീം ക്യാപ്റ്റന് പിടിക്കാൻ ജീവൻ പണയം വെച്ച് പോകാൻ അറിയാമല്ലോ. നിങ്ങൾ എന്നെ തേടി ഓടി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കിട്ടിയേനെ. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ്, നീ ഇനിയും കൺഫ്യൂസ് ആയിട്ടിരിക്കുവാണോ? അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഹീറോ പറയാണ്, ശരി എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കണം, ഇത് അവസാനമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് നൈറ്റിൽ ഞാൻ നിന്നെ കിസ് ചെയ്തതെന്നും പറഞ്ഞ് തുടങ്ങുമ്പോൾ അപ്പോൾ ഹീറോയിൻ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോൾ ഹീറോ പറയാണ്, ഞാൻ അന്ന് നിന്നെ കിസ് ചെയ്തതിന് സോറി ചോദിക്കണോ അതോ ഞാൻ നിന്നെ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യണോ എന്ന്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡോടെ എൻ്റെ ആയിരിക്കുവാണ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.